എന്റെ അച്ഛനാ എന്ത് കാര്യത്തിനും സ്പോട്ടിലുണ്ടാവും ആള്. അതാണ് എന്റെ അമ്മായിയച്ഛൻ. മോനെ വീണു. എന്റെ ഭഗവാനെ, അമ്മായിയച്ഛൻ മോണെ പഠിച്ച് അവിടെ വീണെന്നാണ് പറയുന്നത്. മോനെ വേണു. അല്ലല്ല, വേണു എന്ന് എന്റെ പേര് വിളിച്ചാണ്, തെറ്റിപ്പോയതാ. പുള്ളിക്ക് ടൺ സ്ലിപ്പ് ഉണ്ട്. മക്കളെ കുഞ്ഞ, നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോടാ? ഞാൻ എവിടൊക്കെ തിരക്കുന്നറിയോ? എടാ മക്കളെ, ഈ കാണുമ്പോ കാലെ തൊട്ട് തൊഴുവൊന്നും വേണ്ട. അച്ഛൻ എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. അങ്ങനല്ല, അച്ഛനെ കാണുമ്പോ എനിക്ക് അനുഗ്രഹം മേടിച്ചില്ലേ എന്തോ ഒരു കുറവ് പോലെ. എന്റെ കുഞ്ഞിന്റെ ഒരു കാര്യം കണ്ടോ? അവന്റെ സ്നേഹം കണ്ടോ എന്നോട്? ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്റെ കരിമീനല്ല, മരുമോനല്ല, എന്റെ മോന. അങ്ങനെ ഞാൻ ഇവനെ കാണുന്നത്, അറിയാമോ? ഇവനെ എന്റെ മരുമോനായി കിട്ടുമ്പോ ഞാൻ ഇവനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവൻ ഇത്രയ്ക്ക് ഒരു അധ്വാനിയാന്ന് ഞാൻ അറിഞ്ഞില്ലത്. കണ്ടോ? ഇവന്റെ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയതായി വീട്. നല്ലല്ലയോ? നല്ലൊരു വീടില്ലയോ? പിന്നെ ഞാൻ പറഞ്ഞ പന്തലുകാരുടെ കാശ് കൊടുത്തായിരുന്നോ? പന്തലുകാരുടെ പൈസയൊക്കെ ഞാൻ ഇന്നലെ കൊടുത്താണ്. അച്ഛൻ അവന്മാര് പൈസ ചോദിച്ചോ? എല്ലാം കൊടുത്തു തീർത്തോ? ആ പിന്നെ മറ്റേ ചേപ്പാടുകാർക്ക് കാശ് കൊടുത്തോ? ചേപ്പാടുകാർക്ക് എന്തിനാണ് ഞാൻ കൊണ്ട് കാശ് കൊടുക്കുന്നത്? മറ്റേ ചാപ്പാടുകാരെന്നാണ് പറഞ്ഞത്. അയ്യോ, അവരുടെ പൈസ ഞാൻ കൊടുത്തോ? പിന്നെ എത്ര കൊടുത്തു? അവര് ചോദിച്ചതിനേക്കാൾ 2500 രൂപയാണ് ഞാൻ എണ്ണി കൊടുത്തത്. എന്താ 2000 രൂപ കുറച്ച് കൊടുക്കണമായിരുന്നു. അതെന്താ? ആൾക്കാരുടെ പരാതി എന്തുവായിരുന്നറിയാം? ഒറ്റ പപ്പടത്തിന് കൊമളയില്ലായിരുന്നു. അങ്ങനാണ് ആൾക്കാരെ എന്നോട് എന്റെ അടുത്തോട്ട് വിടാൻ എന്തായിരുന്നു? സോപ്പോടി കലക്കേട്ട് ഞാൻ ഊതി കൊമള വിട്ട് കാണിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നരെ ഉണ്ട് ആൾക്കാർ പപ്പടത്തിന് കുമളയില്ലെന്ന്. മോളെന്തിയടാ? രാവിലെ അവള് വിളക്കം കത്തിച്ചോണ്ട് വിലക്കാത്തോട്ട് കയറി പോന്ന ഞാൻ കണ്ടതാ. എന്റെ കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. എവിടെ പോയിടാ അവള്? അപ്പോഴാണ് എന്റെ മുത്തുമണിയെ ഞാനും കണ്ടത്. അവള് മിക്കവാറും നടന്ന് ക്ഷീണിച്ച് ഈർക്കിന് പോലെ ആയി കാണും. എന്റെ കഷ്ടപ്പെട്ട ഒരു പരുവ എന്റെ മുത്തുമണി. ഒരു കാര്യം ചെയ്യ് മക്കളെ, ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി റെഡിയാക്കിയൊക്കെ വെക്ക്. വരവാസവലി ആയിക്കോട്ടെ, ഈ പലപ്പോഴായിട്ടായി ആൾക്കാർ കയറി വരുന്നേ. ആരെങ്കിലും ഇനി വരുന്നുണ്ടോ എന്ന് അച്ഛനൊക്കെ നോക്കി റെഡിയാക്കി എല്ലാരെയും ഒന്ന് നോക്കിയിട്ടില്ല. അച്ഛനെ വിളിച്ച ഇതെല്ലാം ഒന്ന് പറക്കി അടുക്കി സന്തോഷമായിട്ടിരിക്കേ. അച്ഛൻ ഇപ്പൊ വരാം. അച്ഛാ, ഇത് എപ്പോഴും വേണ്ടാടാ മോനെ. ദൈവമേ, ഉള്ളത് പറിച്ചോണ്ടാണ് പോയത്. സാരമില്ല, വരും. കണ്ണാപ്പി, മുത്തുമണി, കണ്ണാപ്പി, മുത്തുമണി. ചേട്ടാ, രാവിലത്തെ എന്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അതായിരുന്നു മേക്കപ്പ്. ചില സൈഡിൽ കഴിഞ്ഞൊക്കെ നോക്കുമ്പോ ജയഭാരതിയെ പോലെ ഇരിക്കുവായിരുന്നു. ഞാനേ ഈ കഥകിന്റെ വിടവിലൂടെ വന്ന് 2-3 പ്രാവശ്യം നിന്നെ നോക്കിയില്ലേ? അത്ര ഭംഗിയായിരുന്നു. ആരാണ് മേക്കപ്പ് ചെയ്തത്? തോണ്ടില്ല, പച്ചശാലിട്ട ചേച്ചിയായിരുന്നു മേക്കപ്പ് ചെയ്തത്. അയ്യോ ചേച്ചി, എന്റെ മുത്തുമണിയെ ജയഭാരതിയെ പോലെ ആക്കിയതിന് എന്തോ വേണം. ആ വഴിക്ക് എന്റെ 10000 രൂപയും കൊണ്ടാണ് പോയത്. അങ്ങനെയൊന്നും പറയരുത്. എന്റെ സൗന്ദര്യത്തിന് വേണ്ടി ചെയ്തല്ലേ അത്. 20000 രൂപ ചോദിച്ചാലും ഞാൻ തന്നേനെ. സത്യം പറഞ്ഞ എന്റെ മുത്തുമണി കാരണമല്ലേ ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റിയത്? അങ്ങനൊന്നും അല്ല. പിന്നെ എന്റെ കണ്ണാപ്പി കാരണോ? മുത്തുമണി കാരണം. കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? ഇതിങ്ങനെ പോയാ ശരിയാവത്തില്ല. നമ്മൾ പെരവാസ്തോലിക്ക് വിളിച്ച എല്ലാവരും വന്നോ? എല്ലാരും വന്നായിരുന്നു. സുധാകരൻ വന്നായിരുന്നു. സുധാകരൻ വന്നു. വരാതെ എങ്ങനെ ഇരിക്കും? അവന്റെ കല്യാണത്തിന് ഒരാഴ്ചക്ക് മുമ്പാണ് ഞാൻ സാധനം കെട്ടിപ്പറക്കി കൊണ്ട് കൊടുത്തത്. അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാണ്. ഇതെന്താണ് വെള്ള പേപ്പർ? ചെക്ക് വല്ലതും ആണോ ചേട്ടാ? ചിലപ്പോ ചെക്കായിരിക്കും. ചെക്കെങ്കിൽ ചെക്ക്. എടാ വേണു, നാണമില്ലാത്തവനെ പോലെ തന്നെ വെറും കാലി കവറിലെടാ എന്റെ കല്യാണത്തിന് നീ കൊണ്ട് തന്നത്. എന്തോ ചേട്ടാ അതിനകത്ത് എഴുതിയേക്കുന്നേ? അവൻ എന്നോട് പറയുവാണ്, വേണു നാണയമില്ലാത്ത കൊണ്ട് കാശ് ഗൂഗിൾ പേ ചെയ്തു തരാന്ന്. മതി ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാ മതി മുത്തുമണി. പാത്രം എടുക്കാൻ പോണ്ടേ? എടി നിനക്കെന്താ ഇത്ര മറവി? എന്താ? വീട്ടിൽപ്പെട്ട ഒരു സാധനം പോലും, അടുക്കളയിൽപ്പെട്ട ഒരു സാധനം പോലും മേടിക്കരുതെന്നല്ലേ എന്റെ പെങ്ങള് ബോംബെ എന്ന് വിളിച്ച് പറഞ്ഞത്? കൊറിയർ അയച്ചു തരും. ഞാനതങ്ങ് മറന്നു. എന്തൊരു മറവേത്? ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ച് വിട്ടത് ബോംബെയിലാണ്. ഇവിടെ വരാൻ പറ്റാത്തതിന് വിളിച്ച് കരച്ചിലോട് കരച്ചില്, കരച്ചിലോട് കരച്ചില്. കണ്ണാപ്പില്ല വേണ്ട. ആരുടെയാണ് കളിപ്പാട്ടം? ഇതാ ബോംബെയില് പെങ്ങൾ കൊണ്ടു തന്ന അടുക്കളയുടെ സാമാനങ്ങൾ ഇതല്ലേ.
ഞാൻ ഫോണിങ്ങെടുത്തത് ഫോണും ബോംബെയിൽ ഇല്ലാത്ത കാശ് കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് കളിപ്പാട്ടം കൊണ്ട് തന്നേക്കുന്നു. അത് ഈ വേണുവിന്റെ വീട്ടിൽ. ഫോണിങ്ങട്. ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എവിടെ? ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എന്നോട് പറഞ്ഞു. മുംബൈയിലേക്ക് ഞാൻ വിളിക്കും. അങ്ങനല്ലല്ലോ പറഞ്ഞു. ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എന്താണ് എന്നെ ചതിച്ചു നിങ്ങള്. എന്താ എന്നെ ചതിച്ചു. എന്ത് വേണ്ട, എന്നെ ചതിച്ചു നിങ്ങള്. എന്ത് എന്നോട് വിട്ടണ്ട. എന്താണ് എന്നോട് വിട്ടണ്ട. എന്താണ് തുടരുത്. 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 എന്താണ് മുത്തുമണി? നിങ്ങൾ ലഹരി ഉപയോഗിച്ചില്ലേ? ലഹരി ഉപയോഗിച്ച് നിങ്ങൾ ലഹരി ഉപയോഗിച്ച്. ലഹരിയോ? ഞാൻ എന്റെ അച്ഛനോട് ഇന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛാ, അച്ഛനെ അച്ഛൻ ഇങ്ങോട്ട് എന്തിനാണ് വന്നേച്ചാ. വിളിച്ച് നിങ്ങളൊന്ന് വന്നേച്ചാ. അയ്യോ, 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 അയ്യോ. അച്ഛാ, ഇയാളുണ്ടല്ലോ. ഇയാൾ എന്തോ എന്റെ ദൈവത്തിനാണ് ഞാനൊന്നും ചെയ്തില്ല. എന്റെ മുത്തുമണി, എന്റെ മുത്തുമണി, ഞാൻ തുടരുതെന്നെ. മുത്തടരുതെന്നെ. അച്ഛാ, എന്തുവാക്കളെ പറ. ഇയാൾ എന്നോട് ചെയ്തത് ഞാൻ എങ്ങനെ അച്ഛനോട് ഇത് പറയും? പറയണ്ട. പറയടാ, എന്തുവാണ് നീ മുന്നേ ചെയ്തത്? ഞാൻ പറയാം. അച്ഛാ,